ഈ പാതിരാത്രിക്ക് ഞങ്ങൾ ഈ പോണത് എങ്ങോട്ടാന്നല്ലേ, വേറെ എവിടേക്കുമല്ല, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങളെത്തി. അപ്പോഴാണ് സുമൻ കാറ് വർക്ക് ചെയ്യാൻ പോയ സമയം കൊണ്ട് നമ്മളെ അടുത്ത ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. ആതിരി സുരേണ്ണോ അവരില്ലാതെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്. അപ്പോൾ ദാ ഞങ്ങളെല്ലാവരും എത്തി. ട്രെയിൻ എത്താൻ കുറച്ച് ലേറ്റായി. 12:30-ക്കൊക്കെയാണ് ട്രെയിൻ എത്തി. 12:30 കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ട്രെയിൻ എത്തുമ്പോൾ. ആ ഒരു ടൈം വരെ ഇത് ഉറങ്ങിയിട്ടേ ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് അരമണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ ട്രെയിൻ കയറി കുറച്ച് നേരം. ഒരാൾക്ക് ആതിരയ്ക്കും സുനാടിനും ബോഗി വേറെ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അവിടേക്ക് സുനാടിനോ അപ്പേട്ടനും കൂടി പോയി. സുമു പിന്നെ ഞങ്ങളെ കൂടെ ഇരുന്നു. അവിടെ എത്തി രാവിലെ ഒരു 6:30-7 മണിക്കായപ്പോഴത്തേക്കും നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു വെളിച്ചായ ടൈമിൽ അയച്ചൊക്കെ എണീച്ചാൽ നല്ലൊരു ഉറക്കം ഉറങ്ങി. പക്ഷെ ഞാനൊന്നും ഉറങ്ങിയില്ല. 5:30-ആകുമ്പോഴത്തേക്കും 6 മണിക്കാകുമ്പോഴത്തേക്കും എത്തുമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ നേരത്തെ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 7 മണിക്കായി എത്തുമ്പോഴത്തേക്കും പിന്നെ എത്തിയ വഴിക്ക് നേരെ ഞങ്ങൾ ചോദിച്ചാൽ എങ്ങനെ എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്നാലും ഇറങ്ങിയ വഴിക്ക് വണ്ടിക്കാരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു വണ്ടിയാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് എല്ലാവരും കൂടി പോകാൻ വേണ്ടി കിട്ടി. പിന്നെ ടാക്സി ഓട്ടോയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും പോകും വേണം, ലഗേജും ഉള്ളതുകൊണ്ട് നമ്മൾ ആ വണ്ടി എടുത്തു. ഏകദേശം നമ്മൾ 800 രൂപ എന്തോ ആയിരുന്നു ആയത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെയാണ്. അങ്ങോട്ട് 800 റുപ്യ അങ്ങനെ എന്തോ ആയത്. അവർ തന്നെ നമ്മളൊരു റൂമിലേക്ക് എത്തിച്ചു. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം. ആ റൂമിലും കോമഡി ആയിരുന്നു. 1200 റുപ്യ എന്തോ കൊടുത്തിട്ടാണ് ആ റൂം ഉച്ചവരെ എടുത്തത്. അതും അല്ലെങ്കിൽ 2 റൂം എടുക്കണം എന്ന് പറഞ്ഞു. 2 റൂം എടുത്തു. ഒരു റൂമിന് 600 റുപ്യ വെച്ചിട്ട് അങ്ങനെ എന്തോ എടുത്തു. നേരെ ബാത്റൂമും ഒരു ഹോളും അവിടെ ഒരു ബെഡും ഒരു മിററും അത്ര തന്നെ ഉള്ളു. അറിവുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നമ്മൾ നിൽക്കാനൊന്നുമല്ലല്ലോ വെച്ച് നേരെ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി കണ്ടു. ഞാനും എണ്ണ ഗ്രീൻ ഇട്ടു. അത് കഴിഞ്ഞതാ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ഫ്രഷായി കഴിഞ്ഞ് പിന്നെ ഒന്നിനും ടൈമില്ല. നമുക്ക് ടപ്പേന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. നേരെ അവിടെ അന്നൊരു ഉത്സവമായിരുന്നു. അമ്പലത്തിൻ്റെ കൊല്ലത്തിലൊരിക്കലും ഉണ്ടാകുന്ന ഉത്സവം ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടാകുന്ന ഓൾറെഡി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാറ്റർഡേ ആണ് ഞങ്ങളെടുത്ത്. സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു എടുത്ത്. കുഞ്ഞാൻ്റെയും മധുമാമനൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് സെക്കൻഡ് സാറ്റർഡേ എടുത്ത്. അവസാന നിമിഷം അവർക്കൊക്കെ എന്താ പറയുക, ബാങ്കിൽ എന്തോ മാമനും എന്തായത് കുഞ്ഞാൻ്റെക്കോ എന്തൊക്കെയോ ഒരു സ്കൂളിൽ എന്തൊക്കെയോ ഇതായിട്ട് അവർക്കൊന്നും വരാൻ പറ്റിയില്ല. പിന്നെ അവിടെ എത്തി കണ്ടോ, അമ്പലത്തിൽ എന്തോ ഉത്സവത്തിൻ്റെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പിന്നെ ഷീട്ടാക്കാൻ വേണ്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അവസാനം 200 രൂപയുള്ളൂ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ആകെ ആയത്. പിന്നെ അവിടുത്തെ ഉത്സവത്തിൻ്റെ എന്തൊക്കെയോ ചെറിയ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എഴുത്തിനിരുത്തിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അപ്പോൾ തന്നെയൊക്കെയാണ് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കുറേ എന്തൊക്കെയോ മന്ത്രമൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളതൊക്കെ നമ്മളോട് കൂടി പറയാൻ പറഞ്ഞു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും അവിടെ ആ ടൈമിൽ എഴുതിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏട്ടന് എന്തൊക്കെയോ ഹരിശ്രീന്നോ എന്തൊക്കെയോ എഴുതി കാക്കാങ്ങിയോ അയ്യോ ഓം നമ ശിവായാണോ അങ്ങനെ കുറേ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇച്ചു അതിൻ്റെ കൂടെ കണ്ടു ഓരോന്ന് ഒപ്പിക്കുന്ന അരിമണി വാരിയിട്ട് വാരിടാൻ വേണ്ടിയിട്ടാണ് ഇച്ചുവിൻ്റെ പരിപാടി. എന്തൊക്കെയോ പറയുന്നുണ്ട്. അവസാനം കഷ്ടപ്പെട്ടായിട്ട് എഴുതിച്ചു. എന്തായാലും അവൻ ഉള്ളിൽ കൂടെ അരിമണി വാരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ വേണ്ടോ, അരിമണി ഞാൻ എന്നിട്ട് കൈ പിടിച്ചേക്കുമായിരുന്നു. 1 മണിയൊക്കെ എടുത്ത് വാരിട്ടെന്ന് തോന്നുന്നു. ഭയങ്കര കുറുമ്പലാണ്. അത് കഴിഞ്ഞിട്ട് അവർ ആ പ്ലേറ്റൊക്കെ താലം വാങ്ങിക്കൊണ്ട് പിന്നെ നമ്മൾ ദക്ഷിണ കൊടുത്തു. ചന്ദനം തൊട്ടു. ഇച്ചിനൊക്കെ ചന്ദനം തൊട്ട് കൊടുത്തു. പിന്നെ ഏകദേശം ദക്ഷിണ കൊടുക്കലായിരുന്നു. ദക്ഷിണ ഇച്ചിൻ്റെ കൈ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഏട്ടൻ കൊടുത്തു. പിന്നെ ഇച്ചിൻ്റെ കൈ കൊടുക്കാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പോയി. പിന്നെ നാക്കിൽ സ്വർണ്ണം കൊണ്ട് എന്തോ എഴുതിക്കാൻ ഉള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇച്ചു ഏട്ടനെ ഒരു കടി കടിച്ചു. ഏട്ടൻ്റെ എക്സ്പ്രഷൻ മാറുന്നത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിൽ തൊഴാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷെ തൊഴാൻ പറ്റിയില്ല. അത്രയും നല്ല വരിയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇച്ചുവിനതൊക്കെ പേടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇതാവല് വെച്ചിട്ട് ഞാൻ ഹോട്ടലിൽ കയറി. കുറച്ച് അമ്പലത്തിന് പുറത്തുള്ള അവിടെയൊക്കെ തൊഴുതിട്ട് ഉള്ളിൽ കയറാൻ പറ്റിയില്ല, തിരക്കാതെ. പിന്നെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ മസാല ദോശയും വടയും വെച്ചു. അടിപൊളി മസാല ദോശയും വടയും. ആദ്യം സോമ നെയ്റോസ്റ്റ്, ഞങ്ങളെല്ലാവരും മസാല ദോശയും വട. അടിപൊളി മസാല ദോശയും വടയായിരുന്നു. വട ഞങ്ങൾ പിന്നെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. നമ്മൾ പിന്നെ 12:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഏകദേശം 1/2 മണിക്കൂറിന് കൂടുതൽ നമുക്ക് സ്റ്റേഷനിലേക്ക് ട്രാവലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 മണിക്കോ 4:30 എന്തോ ആണ് ട്രെയിനും. പക്ഷേ നമുക്ക് അത്രയും നേരം അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങി. അമ്മയും അതിലും വണ്ടി കിടന്ന് ഉറങ്ങി. നമ്മൾ വരുമ്പോഴുള്ള ആ വണ്ടിയല്ലായിരുന്നു, വേറെ വണ്ടി. ഓരോ തന്നെ വേറൊരു വണ്ടിയായിരുന്നു വന്നതിന്.
പിന്നെ സ്റ്റേഷനിലെത്തി ഞങ്ങൾക്ക് അവിടുന്ന് AC റൂം എടുത്തു ഏട്ടനും ഒരൊക്കെ കൂടി ചൂടല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ AC റൂമിൽ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ട്രെയിൻ വരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫ്രൈഡ് റൈസാണ് 3 ഫ്രൈഡ് റൈസ് വാങ്ങി എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം 960 ഉറുപ്പികയാണ് ബില്ലായത്. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ അടുത്ത ട്രെയിൻ മംഗലാപുരത്തേക്കുള്ള ട്രെയിനാണ് ഞങ്ങൾ എടുത്തത്. ട്രെയിൻ കയറി അവിടെ ഉറക്കം അങ്ങനെ തൂങ്ങുകയാണ്. ആതിര തന്നില്ല സമയത്ത് ആതിര വന്ന് ഞാൻ ഉറക്കിക്കോളാം എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന്. നല്ല കാറ്റുണ്ടായതുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി. നല്ല രസമുണ്ടായിരുന്നു അവൻ ഉറക്കം തൂങ്ങുന്ന കാണാൻ വേണ്ടിയിട്ട്. ആതിര ആ ഒരു ഇതുകൊണ്ട് ആതിര വേണ്ട കിടത്തണ്ട ഞാൻ എൻ്റെ മടിയിൽ ഇരുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങളിതാ ഒരു ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി ആരും കിടന്നിട്ടുണ്ടായിരുന്നു. ഇച്ച മാത്രം ആ സമയത്ത് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈം പോകേണ്ട വെച്ചിട്ട് ഞങ്ങൾ പാട്ടൊക്കെ അന്താക്ഷരിയൊക്കെ കളിച്ചു. പിന്നെ ഏകദേശം 5:30 എത്ര മണിയായി ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളവിടെ എത്താനായി. അവിടെ നിന്ന് 5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു മംഗലാപുരത്തേക്ക്. അവിടെ എത്തി നമ്മളിതാ കണ്ടോ മംഗലാപൂർ. ഏട്ടൻ വന്ന എല്ലാ പ്രാവശ്യവും മംഗലാപുരം ട്രാവൽ ഉള്ളതാണ്. പിന്നെ ഇതാ രാഹുലും വന്നു ഞങ്ങളുടെ അടുത്തേക്ക്. രാഹുലും ഞങ്ങളെല്ലാവരും കൂടി ഒരു വണ്ടിയിലും മധുമാമനും സുമൊക്കെ ഇതാ ഓട്ടോയിലും വന്നു. നമ്മളങ്ങനെ മുമ്പ് ആദ്യം അവിടെ എത്തി. പിന്നെ കുഞ്ഞാൻ്റീൻ്റെ സ്നേഹപ്രകടനം ഇച്ചുവിൻ്റെ അടുത്ത്. ഇച്ചുവിന് പിന്നെ മറവിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് അമ്മയും ഒരു കൊല്ലത്തിന് ശേഷമൊക്കെയാണ് ഏകദേശം അമ്മയൊക്കെ കുഞ്ഞാൻ്റീൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ അതാ എല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി. ഇച്ചു ഇതവിടെ കാർട്ടൂൺ കണ്ടിരിക്കുകയായിരുന്നു രാഹുലിൻ്റെ സോപ്പിട്ടിട്ട്. ഞങ്ങളൊക്കെ ഇതാ ഫ്രഷായിട്ട് സെറ്റായി ചായയൊക്കെ കുടിച്ചു നമ്മൾ. പിന്നെ സർവമായ സിനിമ ആതിര കണ്ടില്ല, മറ്റേ സർവമായ ഇട്ടിട്ടുണ്ടായിരുന്നു രാഹുൽ. പിന്നെ ഇതാ ഇച്ചുവിൻ്റെ കൂടെ കളിക്കുകയായിരുന്നു എല്ലാവരും. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ കണ്ടു അളിയന്മാർ തമ്മിൽ എന്തൊക്കെയോ അടിയായിരുന്നു. അത് കഴിഞ്ഞിതാ ഫുഡ് ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, പത്തിരി, നെയ്ച്ചോറ്, തൈര് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അതും കഴിച്ച് പിന്നെ ഞങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, ഞാൻ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ സെക്കൻഡ് ഡേ ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ.